ചെങ്കോട്ടിലെ സ്ഫോടനം ഇലക്ഷൻ സ്റ്റണ്ട് ആണെന്ന് പരിഹസിച്ച റിട്ടയർഡ് ഹെഡ് മാസ്റ്റർക്ക് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. തൂക്കിയെടുത്ത് ജയിലിനകത്തിട്ടു. സംഭവം നടക്കുന്നത് അസമിലാണ്. ദേശസ്നേഹികൾ ഭരിക്കുന്ന നാട്ടിൽ ഇങ്ങനെ തന്നെ സംഭവിക്കും. ചെങ്കോട്ടിലെ ബോംബ് സ്ഫോടനവും അറസ്റ്റും ഇലക്ഷൻ സ്റ്റണ്ട് ആണെന്ന് പറഞ്ഞ് പരിഹസിച്ച സിലിച്ചറിലെ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ നസ്രുൽ ഇസ്ലാം ബർബഹിയ എന്ന സമാധാന പ്രിയനെയാണ് അസം പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഇതൊക്കെ നമുക്ക് കേട്ട് രസിക്കാം. ദേശസ്നേഹികൾ ഭരിക്കുന്ന അസം പോലെയുള്ള സംസ്ഥാനങ്ങളുടെ മണ്ണിൽ മാത്രമേ നടക്കൂ. കാരണം ചെങ്കോട്ട സ്ഫോടനത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കുമെതിരെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടത് നമ്മുടെ കേരളത്തിലാണ്. കേരളത്തിലെ ജിഹാദി പ്രൊഫൈലുകൾ, രാഷ്ട്രീയപരമായി ആശയപരമായി അഭിപ്രായ വ്യത്യാസമുള്ളവരൊക്കെ നരേന്ദ്രമോദിയെ കല്ലെറിയുകയാണ്. ആബിദ്, അടിവാരം, മാധവൻകുട്ടി ഇവരൊക്കെ പടച്ചുവിടുന്ന പ്രസ്താവനകൾ നരേന്ദ്രമോദിക്കും മോദി സർക്കാരിനുമെതിരെയാണ്. എന്നാൽ ഈ സ്ഫോടനത്തിന് പിന്നിൽ ഇവരൊക്കെ ആരോപിക്കുന്നത് പോലെ വാസ്തവമുണ്ട് എങ്കിൽ അതിനു മുൻപ് പിടിക്കപ്പെട്ട 3000 കിലോ സ്ഫോടക വസ്തു എവിടെ നിന്ന് വന്നു? അതിനുത്തരം പറഞ്ഞിട്ട് അവർ മോദിയെ ക്രൂശിക്കട്ടെ. ഒക്ടോബർ 19 നൌഗം പ്രദേശത്ത് കാണപ്പെട്ട ഒരു പോസ്റ്റർ, ആ പോസ്റ്ററിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. ശ്രീനഗറിലെ SSP GV സന്ദീപ് ചക്രവർത്തിക്ക് ഒരു പോസ്റ്റർ കണ്ടപ്പോൾ ഒരു സംശയം തോന്നി. കൂടുതൽ അന്വേഷിച്ചപ്പോൾ മുൻപ് കല്ലേറ് കേസുകളിൽപ്പെട്ട 3 പേരാണ് ആ പോസ്റ്ററിന് പിന്നിൽ എന്ന് കണ്ടെത്തി. അതിനെ തുടർന്ന് അവരെ പൊക്കിയപ്പോഴാണ് അതിന്റെ പിന്നിൽ ഇർഫാൻ മൗലവി എന്ന നൌഗാമിലെ പള്ളിയിലെ ഇമാമാണെന്ന് മനസ്സിലാക്കുന്നത്. പുള്ളിയെ പൊക്കി ചോദ്യം ചെയ്തിട്ടും കാര്യമായി ഒന്നും ലഭിച്ചില്ല. പക്ഷേ മൊബൈലിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്നാണ് ജയ്ഷയുമായുള്ള ബന്ധങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. മുൻപ് ശ്രീനഗർ മെഡിക്കൽ കോളേജിൽ പാരാമെഡിക്കൽ സ്റ്റാഫായി ജോലി ചെയ്ത വ്യക്തിയായിരുന്നു. അതിനെപ്പറ്റിയും അവിടെ പഠിച്ചിരുന്നവരെ റിക്രൂട്ടിംഗ് ചെയ്തതിനെ പറ്റിയും മറ്റുമുള്ള ഡീറ്റെയിൽസും മൗലവിയുടെ ഭാര്യ ജയ്ഷയുടെ വനിതാ വിഭാഗത്തിലേക്ക് ഡോക്ടർ ഷഹീനെ കണക്ട് ചെയ്ത് കൊടുത്തത് തൊട്ട് ഡോക്ടർ അദീലും മുസമിലുമായുള്ള ബന്ധങ്ങൾ വരെ മനസ്സിലാക്കി. എങ്കിലും ഇത്രയും വലിയൊരു സ്ഫോടക ശേഖരം അവരുടെ പക്കൽ ഉണ്ടാവും എന്ന് ചിന്തിച്ചിരുന്നില്ല. രാജ്യ തലസ്ഥാനത്തുൾപ്പെടെ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഭീകരാക്രമണം നടക്കാൻ പാകിസ്ഥാന്റെ പിന്തുണയുള്ള ഭീകരർ പദ്ധതിയിട്ടിരുന്നതായി NIA നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സ്ഫോടനത്തിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ചർച്ച നടത്തിയിരുന്നു. പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭീകര സംഘടനകൾ ഇന്ത്യയിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് വിവരം. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് NIA കണ്ടെത്തി. ഫരീദാബാദിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത കേസിൽ പിടിയിലായ ഭീകര സംഘടനയുമായി ബന്ധമുള്ള ഭീകരൻ ഉമർ നബിയാണ് സ്ഫോടനം നടന്ന കാർ ഓടിച്ചിരുന്നത്. നേരത്തെ കാശ്മീരിൽ പുൽവാമയിൽ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണയ്ക്കുന്ന പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഈ സംഭവത്തിൽ ഇയാൾ നേരത്തെ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഉമറിന്റെ കൂട്ടാളികളെ ഫരീദാബാദിൽ നിന്ന് പിടികൂടിയതോടെയാണ് ചെങ്കോട്ടയിൽ ഭീകര ആക്രമണം നടത്താൻ പദ്ധതിയിട്ടത്. തുടർന്ന് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ഉപയോഗിക്കുകയായിരുന്നു. സ്ഫോടക വസ്തുക്കൾ ഇത്രയും സ്ഫോടക ശേഖരം പിടിച്ചതിന് ശേഷം ആ സ്ഫോടക വസ്തുക്കൾ, ബാക്കിയുള്ള സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിക്കാനായിട്ടാണ് ഇയാൾ ഈ നീക്കം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അത് സ്ഥിരീകരിച്ചിട്ടില്ല. അയാൾ ചാവേർ സ്ഫോടനം നടത്തിയതായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല എന്ന റിപ്പോർട്ടുകളുമുണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പൊതുസമൂഹം ഈ ഒരു സാഹചര്യത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ദില്ലിയിലെ സ്ഫോടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഒരു മതവിഭാഗം മാത്രമാണ്. സമസ്ത പ്രതികരിച്ചോ? മുസ്ലിം ലീഗ് പ്രതികരിച്ചോ? വെൽഫെയർ പാർട്ടി പ്രതികരിച്ചോ? SDPI പ്രതികരിച്ചോ? MES പ്രതികരിച്ചോ? ജമാഅത്തെ ഇസ്ലാമി പ്രതികരിച്ചോ? PDP പ്രതികരിച്ചോ? പോപ്പുലർ ഫ്രണ്ട് പ്രതികരിച്ചോ? ആരൊക്കെ പ്രതികരിച്ചു? ഇവരൊക്കെ ട്രെയിനിൽ ദേശഭക്തി ഗാനം പാടിയപ്പോൾ മാത്രം പ്രതികരിച്ചു. അപ്പോൾ അതല്ലേ തീവ്രവാദം? അവരല്ലേ തീവ്രവാദികൾ? ഈ ചോദ്യം ഉന്നയിക്കുന്നത് കർമാന്യൂസ് അല്ല, പൊതുസമൂഹത്തിലുള്ള ജനങ്ങൾ. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കുമെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരോട് ചോദിക്കുകയാണ്. ഉത്തരം പറയേണ്ടത് അവരാണ്. ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്.